പക്ഷെ അപ്പുറ സൈഡിൽ ചുമന്ന് പോകാറുന്നു, പക്ഷേ ഇവിടെ റെഡായി. കളറുണ്ട് അവിടെ, ചുമലുണ്ട്, മഞ്ഞുണ്ട്, റോസ് ഉണ്ട്, പല അടിപൊളിയായിരിക്കും. മലയാള പാക്കേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മലയാളിലോട്ട് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പോവാം. നമ്മുടെ മലയാളി തനിമയോട് കൂടി ചെയ്യാൻ പറ്റുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സംഭവം. അതെ, അതിൽ നിങ്ങൾ വരിക, നിങ്ങൾ സഹകരിക്കുക, അതാണ് നമ്മുടെ സന്തോഷമായിട്ട് പോവാ. അത് തന്നെ. എന്നെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ സബ്സ്ക്രൈബർ എന്ന് പറയണം. എന്റെ സബ്സ്ക്രൈബറാ ഗൈസ്, ആദ്യത്തെ സബ്സ്ക്രൈബർ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിച്ചല്ലോ. അത് കൊള്ളാം. ഇതെന്തോ അടുക്കി വെച്ചേക്കണ പൊളിഞ്ഞു വീണല്ലോ അല്ലേ. ഞാൻ തന്നെ തിരിവായി പോയത് കണ്ടിട്ട്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു നെതർലാൻഡ്സ്. അപ്പോൾ നമ്മൾ ഫൈനലി നെതർലാൻഡ്സിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ജർമ്മനി. ആക്ച്വലി ഇതാണ് ഞാൻ കണ്ടത്. ഹേ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. ഇന്ന് രാത്രി 11:30ക്കാണ് ബസ്. നമ്മൾ നേരെ പോകുന്നത് നെതർലാൻഡ്സിലേക്കാണ്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്കാണ് പോകുന്നത്. വൺ ഡേ ട്രിപ്പാണ്. ഇപ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകേണ്ട ഫ്രാങ്ക്ഫൂട്ടിലേക്കാണ്. ഫ്രാങ്ക്ഫൂട്ടിൽ നിന്നാണ് നമുക്ക് ബസ് വരുന്നത്. അപ്പോൾ ഫ്രാങ്ക്ഫൂട്ടിൽ ഏകദേശം 11:30-11:45 ആ സമയത്താണ് ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഡോയ്ച്ച് യാത്രയുടെ അവരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം 10-50 പേര് മേൽ മലയാളികളുണ്ട്, അത്രയും പേരുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ദീപക്ക് എല്ലാവരും ഉണ്ട്, നമ്മുടെ കമ്പനിക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ 3-4 പേര് കൂടിയാണ് പോകുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ബാക്കി കുറേ മലയാളികളും കൂടെ ഉണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. പുതിയ രാജ്യം കൂടെ കാണാൻ പോലും നമ്മളെ. എൻ്റെ 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ, ജർമ്മനി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നെതർലാൻഡ്സ്. ഓക്കെ, എല്ലാം ഇപ്പോൾ നമ്മൾ ബെക്സ് ബാങ്കിൽ നിന്ന് ട്രെയിൻ കയറി ഇനി നേരെ നോയംബർഷനിലേക്ക് പോവാണ്. നോയംബർഷനിൽ നമുക്ക് ഫ്രാങ്ക്ഫൂട്ടിന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രാങ്ക്ഫൂട്ടിൽ പോകുമ്പോൾ എളുപ്പമുണ്ടാകും, കാരണം കുറേ ട്രാൻസ്ഫറൊന്നും മാറി പോകുന്നുണ്ടല്ലോ, ഒറ്റ ട്രെയിനിൽ പോകാൻ പറ്റും. ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റ് സംതിങ് ആണ് നോയംബർഷനിൽ നിന്ന് ഫ്രാങ്ക്ഫൂട്ടിനുള്ളത്. പിന്നെ ഇതൊരു പാക്കേജാണ്. പാക്കേജ് എന്ന് പറയുമ്പോൾ 90 രൂപയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ പിന്നെ ഫ്രഷപ്പ് ആവാനുള്ള എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്, കറക്റ്റ് അറിയത്തില്ല. ഫ്രഷ് ബേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം വഴിയെ കാണാം. അവർ ഗ്രൂപ്പിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാകും, അതിൻ്റെ അകത്ത് കണ്ടയാ. അതിൻ്റെ റീലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 17-24 രണ്ട് ഡേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ 17-ാം തീയതി ഡേറ്റിനാണ് പോകുന്നത്. 17-ാം തീയതി ഇന്ന് രാത്രി 12:30 കയറിയിട്ട് നാളെ വെളുപ്പിന് എന്താണ് അവിടെ എത്തുന്നത്. അപ്പോൾ നാളെ ഒരു പകൽ മൊത്തം നമ്മൾ ആംസ്റ്റർഡാമിലുണ്ടാവും. വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത്, രാത്രി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. പിന്നെ 18-ാം തീയതി 19-ാം തീയതി വെളുപ്പിന് വരും, ഞായറാഴ്ച വെളുപ്പിന് വരും. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച രാത്രി കയറി ഞായറാഴ്ച വെളുപ്പിന് തിരിച്ചു വരും. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു, നോയംബർഷനിൽ വന്നു, ട്രെയിനിൽ കയറി. ഇപ്പോൾ നോയംബർഷനിൽ വന്നു, ട്രെയിനിൽ കയറി ഇരിക്കുക. 5 മിനിറ്റ് ഇവിടെ നിർത്തും. ലേവറുണ്ട്, ലേവറല്ല, 5 മിനിറ്റ് ഇവിടെ നിർത്തും. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കും. ഏകദേശം 2 മണിക്കൂർ 40 മിനിറ്റാണ്. ഡയറക്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വേറെ എവിടെ ഇറങ്ങത്തില്ല, ഒറ്റ ഉറങ്ങിയോ എന്തെങ്കിലും ചെയ്തൊന്നും പോവാം, വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇവിടെ ചെന്നിട്ട് കാണാം. ഞാനിവിടെ ഫ്രാങ്ക്ഫൂട്ടിൽ ബാനോഫിൽ വന്നു. അപ്പോൾ ഇനി അവന്മാർ വരാനായിട്ട് 9:30 സമയം എടുക്കും, വന്നിട്ട് വരുന്നു. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ മടിയായിരുന്നു. എല്ലാവരും ഫ്രണ്ട് വെച്ചിങ്ങനെ നാളായിട്ടായിരുന്നു. വളരെ പ്രശ്നം എല്ലാവരെയും നോക്കിയിട്ടൊക്കെ പോകുന്ന കഴിഞ്ഞിട്ട് കാര്യമില്ല, വീട്ടുകാരില്ല, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതിനെ ജെറാട്ടിനെ കണ്ടുപിടിക്കാനുണ്ട്, നോക്കട്ടെ. ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള ഐറ്റമാണ്. നാളെ കുറച്ച് വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. ഡ്രോണാണോടാ? എങ്ങനെ ടെക്നോളജി എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ നമ്മളൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഉടനെ ഇതിലാണ് നാളെ മൊത്തം കളികൾ വരുന്നത്. 17 Proയും ഇതും നമ്മുടെ DJയുടെ ഗിംബലും
17 Pro ബാക്കി കാണിക്കുക. 17 Pro അതും കൂടാതെ ഗിംബലും കൂടെ നാളൊരു പൊളിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ബാനോഫിലാണ് നിൽക്കുന്നത്. 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇനി ദീപക്കൊക്കെ വരണം. ദീപക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ദീപക്കൊക്കെ വേസ്റ്റ് ഇവിടെ വരും. ഓക്കെ. പക്ഷെ ഇപ്പോൾ ദീപക്കിനൊക്കെ ട്രെയിൻ മിസ്സായിരുന്നു. ഇപ്പോൾ ICയിലൊക്കെ ബുക്ക് ചെയ്താൽ വരുന്നത്. എവിടുന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എവിടുന്ന് ഇറങ്ങുന്നത് കിട്ടുവാണെങ്കിൽ എടുക്കും. എന്ത് നീളമല്ലേ, എത്ര നീളം ഉണ്ടല്ലേ. നമ്മളിവിടെ ട്രിഗറിൽ ഞെക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. അതാണ് എൻ്റെ ടെക്നോളജി. അപ്പം കിട്ടില്ല. ദീപക്കിനെ കണ്ടുപിടിക്കാൻ ആദ്യം, അതാണ് അടുത്ത ടാസ്ക്. ഫൈനലി നമ്മളവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിട്ടി കോസ്റ്റ്യൂം ഒന്നും കഴിച്ചില്ല. ദീപക്, ഹേബൽ, ചെറാൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുറച്ചേരം സംസാരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ജർമ്മനി. ആക്ച്വലി ഇതാണ് ഞാൻ കണ്ടത്. കുറേ ഫ്ലാറ്റ്, അതായത് നമ്മുടെ ന്യൂയോർക്കൊക്കെ ഇല്ലേ, ന്യൂയോർക്കൊക്കെ പോലെയാണ് ഞാൻ ശരിക്കും അങ്ങനെയാണ് ഓർത്തോണ്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് നമ്മുടെ നാട്ടിലെ പോലെ സ്ഥലമുണ്ട് ജർമ്മനി ഉണ്ടോ അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ അമേരിക്കയൊക്കെ പോലത്തെ സെറ്റപ്പ്. കുറച്ച് ഉള്ളിലേക്കൊക്കെ പോയാൽ നമുക്ക് നല്ല ലൈറ്റ്, ഫ്ലാറ്റൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അടിപൊളി ഇട്ടിക്കണത്. ആ വഴി പോയാലും അടിപൊളിയായിരിക്കും. സാധനം മേടിച്ചത് എന്ത് സാധനം അറിയത്തില്ല. ഡോണർ പോലത്തെ എന്തൊരു സാധനമാണ് കഴിക്കുന്നുണ്ട്. ഇത് 45 സെന്റിമീറ്റർ. ഇത് ഞങ്ങൾ 2 ആക്കിയിട്ട് രണ്ടുപേരും ഒരെണ്ണം കഴിക്കും. നല്ല വലിപ്പമുണ്ട് ഇതിന്. അത് മതിയാവും. ഓക്കെ, കഴിച്ചിട്ട് കാണാം എങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറയാം. പക്ഷെ ഒരു ബൈറ്റ് എടുത്തു. ഒരു ദോശയുടെ മണമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല. ഓക്കെ 12 രൂപ ചെയ്തു ഒരെണ്ണത്തിന്. 1200 രൂപ 1300 രൂപ വരും നമ്മുടെ നാട്ടിലെ. കരക്കേടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിവിടെ ബസ്സിന് വേണ്ടി നോക്കിയിരിക്കുക. പക്ഷേ ബസ് ഇതുവരെ വന്നിട്ടില്ല. ഇതാണെന്നൊക്കെമാർ പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് പറഞ്ഞത്. അതാണ് അറിയത്തില്ല, വരുമ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുന്നു. 900 സബ്സ്ക്രൈബേഴ്സ് ആവുക 2 പേരുകളായ. അപ്പോൾ നമ്മുടെ ബസ് വന്നത്, നമ്മുടെ ബസ് കുറേ മലയാളീസ് ഉണ്ട്. ബസ് കയറിയിട്ട് കാണാം. സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ സീറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. പുഷ്പക്കൊക്കെയാൻ തോന്നുന്നു. ഫ്ലൈറ്റൊക്കെ ഉണ്ട്. നോക്കാം. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറുക. ബസ്സിൽ കയറി സെറ്റായി. കോൺഫിഗറേഷൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ലൈറ്റൊക്കെ കണ്ടു. ഇപ്പോൾ വണ്ടി കയറി സെറ്റായി. സൈഡ് സീറ്റൊക്കെ കയറിയിട്ടുണ്ട്. അതെല്ലാം കുറച്ചുകൂടെ ആൾക്കാരെ കയറാനുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ ലേസറൊക്കെ ഉണ്ട് കണ്ടോ. ലേസർ അപ്പോൾ നമ്മുടെ ബസ് എടുത്തു. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മൈക്ക് അനൗൺസ്മെന്റ് വരുന്നുണ്ടോ തോന്നുന്നു. ഇപ്പോൾ ഒന്നും പറയും കേൾക്കുന്നുണ്ടാവില്ല. മറ്റേ പാട്ട് വെച്ചേക്കണ കാരണം സ്പീക്കർ കറക്റ്റ് തന്നെ തലങ്ങുണ്ട്. ക്ലാസ്സൊന്നുമില്ല, കേസൊന്നുമില്ല, കുഴപ്പമില്ല. നമ്മളിത് ഇറങ്ങി. ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെട്ട് വരുന്നു. ലൈറ്റ് ഓണാക്കി. എന്തോ അനൗൺസ്മെന്റ് വരുന്നുണ്ടോ നോക്കാം. പാട്ടൊക്കെ ഓഫാക്കി എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം 12:07 ഉണ്ട്. 12:15 എടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഉണ്ടാകത്തില്ല, കാരണം കുറേ പേര് താമസിക്കല്ലേ വരത്തുള്ളത് കൊണ്ട്. കുഴപ്പമില്ല. കൊണ്ട് രണ്ടാമത്തെ വർഷമാണിത്. കറക്റ്റ് 2ാമത്തെ വർഷം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ നെതർലാൻഡ്സ് ട്രിപ്പ് ഈ സെയിം ട്രിപ്പ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ഈ നെതർലാൻഡ്സ് അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ക്വിക്കൻ ഓഫ് ഒഴിവാക്കിയത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്താണ് ക്വിക്കൻ ഓഫ് ഒഴിവാക്കിയെന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ക്വിക്കൻ ഓഫ് പറഞ്ഞൊരു എക്സിബിഷൻ
അപ്പോൾ നമ്മൾ കൊളോൺ എത്തി. ഇവിടെ നിന്ന് കുറച്ച് പേര് കയറാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ബാക്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊളോണിലൊക്കെ എത്തി. ഇപ്പോൾ ഇവിടെ എവിടെയാണ്ടാണ് കട്ട്രേറ്ററിൽ, ഇതിൻ്റെ പുറകിൽ എവിടെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. എവിടെയോ ആണ്. ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ബസ് ഇങ്ങനെ കുലുങ്ങിയൊക്കെയല്ലേ പോകുന്നത്. ഇതാണ് നമ്മുടെ ബസ്. മരെല്ലാം അവിടെ ഉണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് ഇവിടെ വെയിറ്റിംഗ് ഗ്യാപ്പ് ഉണ്ട്. 15 മിനിറ്റത്തേക്ക് ഇത് പുറത്തിറങ്ങിയതാ. തണുപ്പൊക്കെ ഉണ്ട് ബസ്സിൻ്റെ അകത്ത്. പുറത്തേക്കാളും തണുപ്പാണ് ബസ്സിൻ്റെ അകത്ത്, കാരണം എൻ്റെ ഫുൾ AC ആണല്ലോ. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വെച്ച്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു നെതർലാൻഡ്സ്. അപ്പോൾ നമ്മൾ ഫൈനലി നെതർലാൻഡ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പമ്പര ഒതുക്കി നിർത്തി ഫ്രഷപ്പ് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പോകുന്നതുകൊണ്ടോ അറിയത്തില്ല, കപ്പിട്ട് പറയാം. അപ്പോൾ നമ്മൾ 3ാമത്തെ രാജ്യം കവർ ചെയ്തിരിക്കും. 3ാമത്തെ രാജ്യം എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, കാരണം ഇന്ത്യ നമ്മുടെ കൺട്രി അല്ലേ. നമ്മുടെ കൺട്രി ആയിട്ട് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൽഹി വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ, ജർമ്മനി, നെതർലാൻഡ്സ്. നമ്മളിവിടെ നെതർലാൻഡ്സിൽ കയറിയിട്ട് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയാണ് ഇവിടെ ശരിക്കും നിർത്തിയത്. പക്ഷേ ഇവിടെ കുറേ ബസ് വന്നതുകൊണ്ട് തിരക്കായിപ്പോയി. പമ്പിൽ കയറിയാണ് ഫ്രഷപ്പ് ആവുന്നത്. 4 മണിക്കൂർ ഫ്രഷപ്പ് ആവാനുണ്ട്. പിന്നെ അവിടെ നല്ല സൺറൈസ് വരുന്നുണ്ട്. അടിപൊളി. പക്ഷെ ഈ പമ്പിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനി അടുത്ത പമ്പ് തപ്പി വേണം പോവാൻ. അതാണ് പ്രശ്നം. ഇനിയിപ്പം കുറച്ച് പേര് പോയിട്ടുണ്ട്. അവർ പോയിട്ട് തിരിച്ചു വരണം, എന്തായാലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത പമ്പിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, ഇവിടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഒരു ഷേപ്പ് ഇല്ലാത്തൊരു ഷേപ്പ്. ഇതെന്തോ അടുക്കി വെച്ചേക്കണ പൊളിഞ്ഞു വീണോല്ലേ. ഇത് തള്ളി മുഴച്ചൊക്കെ ഇരിക്കുന്നു. അതിന് ആ സാധനം ഉദ്ദേശിച്ചു. മറ്റേ ഇടയ്ക്കൊന്ന് തടി വലിച്ചു വരുന്നേ കണ്ടോ? ആ ബിൽഡിങ് കണ്ടോ? അതെല്ലാം എങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതിന്റെ അടുക്കിക്കടൊക്കെ വെട്ട്. അയാടെ സ്റ്റെപ്പാണോ? അല്ലല്ലേ, ഇതെല്ലാം ഇവിടെ എല്ലാം മൊത്തം വെറൈറ്റി ആണ് കഴിച്ചത്. ഇത് ചതുരമല്ല, ഇത് പല ഷേപ്പാ. ഇൻസിമെട്രിക്കൽ അല്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ അങ്ങനെ ഇതെല്ലാം. എടാ ദേ ബിൽഡിങ്ങിന് കളറ് നോക്ക്, നീല ചുമല. എടാ ഇതെന്നെ കപ്പലോ ഷൂവോ? ഷൂ പോലെ ഇരിക്കുന്ന ബിൽഡിങ്. കണ്ണോ? ഇത് നാട്ടുകാർക്ക് എന്തോ കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും പറയല്ലേ. കഴിഞ്ഞു. അയ്യോടാ കഴിഞ്ഞു. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ. തിരിവായ ആൾക്കാർ എനിക്ക് ഞാൻ തന്നെ തിരിവായി പോയത് കണ്ടിട്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഇവിടുത്തെ എയർപോർട്ടാണ്. കുറെ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? അതേ കാണാം. അതേ കിടക്കുന്നൊക്കെ ഫ്ലൈറ്റ്സ് ആണ്. കുറേ ഫ്ലൈറ്റ്സ് ഉണ്ട്. കുറേ ഫ്ലൈറ്റ്സ്. ഏത് എയർപോർട്ടാണെന്ന് അറിയത്തില്ല. നെതർലാൻഡ്സിൽ ഏതൊരു എയർപോർട്ടാണ്. എവിടെ നിർത്തിയിട്ട് കാണാം. അതൊന്നും കാണാനില്ല. എടാ ഫ്ലൈറ്റ് സ്പീഡിൽ പോയടാ. അയ്യോ പോവല്ലേ. അയ്യോ പോയി ഗൈസ്, ഇതിലേ പോയി. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിരുന്നു. ക്യാമറ എടുത്തിട്ട് ഇത് പോയി. ഇത് മൊത്തം എയർപോർട്ടാ. കൊറേ എയർപ്ലെയിൻസ് കിടപ്പുണ്ട്. ഇത്ര നേരം ഇവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര. അപ്പൊ എല്ലാവരും നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. ഇറങ്ങി വരാം. ഇവിടെ എടാ ഒരു ഗ്യാപ്പ് പറഞ്ഞ ഹലോ പറഞ്ഞാ പോരെ. പേര് പറയണം, എന്നെ ചെയ്യുന്നതെന്നും പറയണം.
യൂട്യൂബ് ചാനൽ ആ അതൊക്കെ എങ്ങനെയാ? എടുക്കാനാണോ പോണേ? ഏതാ സ്റ്റാൻഡേർഡ് നോക്കണേ? ഫോർമലാടാ എന്തേലൊക്കെ പറഞ്ഞാൽ മതി. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിച്ചാലോ? അത് കൊള്ളാം. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയില്ല. ഞങ്ങള് പമ്പില് ഫ്രഷപ്പ് ആവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇനി പമ്പിൽ പോയി ഇവിടെ അന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് നേരെ 8:45 ഇവിടെ നിന്ന് ഇറങ്ങും. 9 മണിയാകുമ്പോൾ തുലിപ്സ് പാടത്തിലെത്തുന്ന അവിടെ ഫീൽഡിലെത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഫ്രഷപ്പ് ആവാൻ കയറിയേക്കുന്ന ഒരു കടയിലാണ്. ഇത് കടയെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഓട്ടോബാൻ്റെ നേരെ മുകളിലാണ് ഈ കട വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ടോ? നമുക്ക് ഇവിടുത്തെ കറക്റ്റ് വണ്ടികൾ പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെ വ്യൂ കിട്ടും. ഇവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ പോകുന്നത്. ഓരോ വണ്ടി പോകുന്നതിന് ഓരോ ലൈൻ ഉണ്ട്. ആ ലൈനിൽ കൂടെ മാത്രമേ വണ്ടികൾ പോകുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കയറ്റിയൊന്നും പോകുന്നില്ല. ഉണ്ടോ? നമ്മുടെ ബസ് അവിടെ വർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഏതോ ഒരു ബസ്സാണ് നമ്മുടെ അതേ കിടക്കുന്ന ബസ്സാണെന്ന് വണ്ടിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം ലുക്ക്. ഇത് ആംസ്റ്റർഡാമിലേക്ക് വരാൻ പോകുമ്പോൾ വരുന്നതിന് വേണ്ടി മേടിച്ച ഞാനിത്. ഓക്കെ, ഇനി സൺഗ്ലാസും കൂടെ ഉണ്ട്. സൺഗ്ലാസ് അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫ്രഷപ്പായിട്ട് ഇറങ്ങി. എല്ലാവരും ഓരോരോ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്. ഏത് ചേച്ചി? ദീപക്കിന്റെ ഔട്ട്ഫിറ്റ്, ഒരാളുടെ ഔട്ട്ഫിറ്റ്, ഏബിളിന്റെ ഔട്ട്ഫിറ്റ്, എല്ലാവരുടെ ഔട്ട്ഫിറ്റും ഉണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാം. രാവിലെ പ്രോട്ടീൻ ട്രാപ്പും മുട്ടക്കറി, അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. കുടിക്കാനായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, എന്നെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ സബ്സ്ക്രൈബർ എന്ന് പറയണം. എന്റെ സബ്സ്ക്രൈബറാ ഗൈസ്. ആദ്യത്തെ സബ്സ്ക്രൈബർ നേരത്തെ ചെയ്ത ഒരു മണിക്കൂർ മുന്നേ. ഇതാണ് ഡോയ്ച്ച യാത്രയുടെ ആൾക്കാര് ചായ അടിക്കും. ഡോയ്ച്ച യാത്രയുടെ ആൾക്കാര് പൊറോട്ട, മുട്ടക്കറി, ചപ്പാത്തി, മുട്ടക്കറി എല്ലാം ഉണ്ട്. വെള്ളമുണ്ട്, ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ട്രിപ്പിനെ പറ്റി ഒരു 4 വാക്ക്. എന്റെ ട്രിപ്പിനെ പറ്റി ഞാൻ തന്നെ എന്നാണ് പറയാനുള്ളത്? നമ്മള് ജർമ്മനിയില്, യൂറോപ്പില് നമ്മള് മലയാളികളുടെ കൊണ്ട് ട്രിപ്പ് ചെയ്യണം അല്ലേ? അത് നമ്മുടെ മലയാളി തനിമയോട് കൂടി ചെയ്യാൻ പറ്റുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സംഭവം. അതിന് നിങ്ങൾ വരിക, നിങ്ങൾ സഹകരിക്കുക, അതാണ് നമ്മുടെ സന്തോഷമായിട്ട് പോവുക. അത് തന്നെ. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ഹൈലൈറ്റ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരള കിച്ചൺ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നല്ല അടിച്ച പൊറോട്ടയും അതേപോലെ തന്നെ ഈ മുട്ടക്കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ അടിച്ച ചായയും കിട്ടുന്നുണ്ട്. ആ ചായ അവിടെ കാണിക്കുന്നത്. പൊറോട്ട ചപ്പാത്തിയാണോ? പൊറോട്ട ചപ്പാത്തിയാണോ ചപ്പാത്തി മാത്രമേ ഉള്ളൂ പറ്റിച്ചു തരാം. ഞാൻ ഈ അടി അടിക്കില്ലല്ലോ. എന്താ കുഴപ്പമില്ല. എന്നിട്ട് ഓൾറെഡി വിമാനം പോകുന്നുണ്ട് ഇതില്. ആകാശം അതേ പോണ് വിമാനം പോകുന്നു. എല്ലാരും അതെ, എക്സ്റ്റേണൽ വ്ളോഗർ. പൊറോട്ട ഒന്നുമില്ല, ചപ്പാത്തി മുട്ടക്കറി മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോ ചപ്പാത്തി മുട്ടക്കറി എല്ലാവരും ചപ്പാത്തി. നല്ല ഇലക്കിട്ട ചായ കേട്ടോ. കേരള എന്തോ കേരളയുടെ ഇതാ പറഞ്ഞേ. കേരള റെസ്റ്റോറന്റ് എന്നാണ് പറഞ്ഞത്? എന്തോ റെസ്റ്റോറന്റ് പറഞ്ഞു. കൊണ്ടോട് ചോദിച്ചിട്ട് പറയില്ലേ. ആദ്യത്തെ വീഡിയോ എനിക്കകത്ത് അവർ പറയുന്നുണ്ട് അവർ സ്പോൺസേഴ്സ് ആരാന്നൊക്കെ. കഴിച്ചിട്ട് എനിക്ക് ഒരു മുട്ട ഒരു ഉണ്ണിയും കിട്ടി. ഈ വ്യൂ ഇരുന്ന് തിന്നണം. ഏതാ നെതർലാൻഡ്സിന്റെ ഏതോ ഒരു തെരുവേലി കഴിക്കുന്നു, വീഡിയോ എടുക്കുന്നു. കൊള്ളാം, കുഴപ്പമില്ല, ടേസ്റ്റ്. അപ്പോൾ കാപ്പിയുടെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരായിട്ട് കഴിച്ചോണ്ടിരിക്കുക.
നല്ല വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, ആകാശം ക്ലിയറായി വരുന്നു. ഭയങ്കര വ്യൂ ഇവിടെ. ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ പോകാനായിട്ട് ഞങ്ങൾ യാത്രയൊന്ന് രണ്ടുപേരുടെ കഴിച്ചു കഴിയാനുണ്ട്. അവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ ടുലിപ്പ് ഗാർഡനിലേക്ക് പോകും. അവിടെ പോയി ടുലിപ്സ് കാണുമ്പോൾ അവിടെ കുറേ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. നോക്കാം. ഇപ്പോൾ ക്ലൈമറ്റ് ഇത്ര നേരം വെയിലായിരുന്നു, ഇപ്പോൾ പക്ഷേ പയ്യെ മൂടി തുടങ്ങിയിട്ടുണ്ട്, അറിയത്തില്ല. നോക്കാം എന്തായാലും. വെയിൽ കളിയായിരിക്കും, തുടങ്ങിയല്ലേ ഉള്ളൂ. വെയിൽ കളിയെന്നാണ് പ്രതീക്ഷ. ഇത് മീറ്റ് മിസ്റ്റർ ജോബിൻ. ചേട്ടൻ്റെ പേര് അരുൺ. ചേട്ടൻ്റെ പേര് ഫ്രാങ്കോ. ബ്ലാക്ക് ബട്ടർഫ്ലൈസ് അടിക്കണോ പ്രത്യേകിച്ച് അവിടെ മോഡിഫൈ ചെയ്താണോ? റിയൽ പേര് തന്നെയാണ്. ഒമ്പോ പാസ്കൽ. ഓക്കെ ഗൈസ്, നമുക്ക് ഇടയ്ക്ക് കാണാം. ചുലിപ്പാടം കണ്ടു തുടങ്ങി. ഓ എന്താ ഭംഗിയെന്ന് പറയുക. ക്യാമറ കാണുന്ന പോലെയല്ല, ഭയങ്കര രസം കാണാനായിട്ട്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ? എൻ്റെ ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇത് ചെറുതായിട്ടുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ ഉടനെ തന്നെ എത്തും. ഇനി ഇതിലാണെന്ന് അറിയില്ല. എൻ്റെ ക്ലാസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ഇവിടെ തന്നെ ആയിരിക്കും. പക്ഷെ ലൈറ്റ് ഇല്ല, അതാണ് പ്രശ്നം. ആകാശമുണ്ട്, പക്ഷെ ആകാശം നീലമായിട്ടിരിക്കുന്നു. പക്ഷെ സൂര്യൻ മറഞ്ഞിരിക്കുക, കാർമേഘം വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നോക്കാം. ക്ലാസ് ബസ്സിൽ മൊത്തം അടിച്ചുപൊളി, പാട്ട്, ഡാൻസ് ചെയ്യുക, അടിപൊളിയായിട്ട്. അപ്പോൾ ഇവിടെ എത്തി, എല്ലാവരും ഉണ്ട്. അവിടെ നോക്കി കാണാൻ പറ്റും ടുലിപ്സ് പാടം. അവിടെ അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റും, അതിൻ്റെ നടുക്കേ കൂടെ എല്ലാം നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നേരത്തെ വരുമ്പോൾ കൊണ്ടുവന്ന വേറെ സ്ഥലത്താണ്, പക്ഷേ ഇപ്പോൾ ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നമുക്ക് കയറാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള റീലും വീഡിയോസ് എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെയാണ്. എല്ലാവരും പോകുന്നു. അവിടെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് വരുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ മലയാളി പാക്കേജ് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. മലയാളി പാക്കേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, മലയാളിയോട്ട് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പോവാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ പോകുമ്പോൾ മറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ കാണിച്ചുതരാം. എനിക്ക് എല്ലാം ടുലിപ്സ്, ഇതെല്ലാം ടുലിപ്സാ. ഇവിടെ ഉണ്ടേ, ഇതെല്ലാം ടുലിപ്സാ. ഉണ്ടോ? നല്ല ഭംഗിയുണ്ടാണ്. ഇത് ഒറിജിനൽ അല്ലേടാ? ഇത് ഒറിജിനലാ. അപ്പുറം അങ്ങേ സൈഡിലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാം. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുന്നു. ഇത്രയും പേരുണ്ട് കേട്ടോ. എത്ര? 47 പേരുണ്ടല്ലേ? 47 പേര്. 47 പേരുണ്ട് മൊത്തം. അപ്പോൾ നമ്മൾ ആദ്യമായി പുതിയ രാജ്യത്ത് വന്നത് അവിടെ നെതർലാൻഡ്സിന്റെ കൊടി പറക്കണ കാണാം. നമുക്ക് കാണിച്ചു തരാം. കണ്ടോ നെതർലാൻഡ്സിന്റെ ഫ്ലാഗ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിലെല്ലാം ഓരോരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോരോ ടൂറിസ്റ്റിൻ്റെ ഓരോരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. കയറുന്നിടത്തെല്ലാം കാണാൻ പറ്റും. സൈഡിൽ കൂടെ ഒക്കെ കാണാം. ഇതിലൊന്നും പൂ വിരിഞ്ഞിട്ടില്ല, പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് മിക്സ്ഡ് കളർ, ഇതെല്ലാ കളറും ഉണ്ട്. ഭയങ്കര ഭംഗി പൂ കാണാനായിട്ട്. ക്യാമറ കാണുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ നേരിട്ടാണ് ഭയങ്കര ഭംഗി. ടീഷർട്ട് എല്ലാ സംഭവങ്ങളും. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറി പോകണം. നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് എടുത്തേക്കുന്നത്. കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട്, ചെറിയ പാർക്ക്, ചെറിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാമ്പ് അടിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും കയ്യിലുണ്ട്. ഇതിൻ്റെ അകത്ത് കയറുന്ന എല്ലാവരും കയ്യിൽ സ്റ്റാമ്പ് അടിച്ച് തരും. ഇതാണ് നമ്മുടെ ടുലിപ്സ്. ഓ എൻ്റെ മോനെ, ഇത് സീൻ അടുത്തോണ്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്ന തന്നെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ പൊന്നെ. ഒരുപാട് ഏരിയ ഇല്ല, ഇത്ര ഏരിയ ഉള്ള കാര്യം പറഞ്ഞു, പക്ഷെ ഇത് കാണാൻ ഭയങ്കര ഭംഗി.
പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ കയറി പൂണ്ട് വിളയാടി ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, എല്ലാം എടുക്കണം. ഉണ്ടോ, ഇതാണ് മോനെ, ഇതാണ് നമ്മുടെ ട്യൂലിപ്സ് ഫാം. കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചാൽ ഇവിടെ ഒരു കാറ് കിടപ്പുണ്ട്. ഇത് ബെൻലിയുടെ കാറാണെന്ന് തോന്നുന്നു, ബെൻലിയാന്ന് തോന്നുന്നു. ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. ജീവിതത്തിലേക്ക് ഒന്ന് കണ്ടുപിടിക്കണേ. ഈ പൂ കാണാൻ ഭയങ്കര ഭംഗിയെന്ന് പറയുന്നത്. ഇത് കണ്ട് നമ്മൾ പേപ്പർ, ഇത് പറിക്കാൻ പറ്റില്ല, ഇത് പേപ്പറായിട്ട് തോന്നുള്ളൂ, അതുപോലെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചാൽ ഇതുണ്ടോ, ഇത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ 10 രൂപയ്ക്കൊക്കെ നേരത്തെ റോസാപ്പൂ ഒക്കെ വെട്ടിയെന്ന് മേടിക്കില്ല, അതേപോലെ ഇരിക്കുന്നു. പക്ഷേ ഇത് ഒറിജിനലാണ്. ഇത് ഭയങ്കര ഭംഗി ഇതൊക്കെ കാണാൻ. ഇതുണ്ടോ, പല കളർ, ഇതെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള, എല്ലായിടത്തും മിക്സ്ഡ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പുറം സൈഡിലേക്ക് പോയാൽ അവിടെ സിംഗിൾ കളറുണ്ട്, അവിടെ ചുമലുണ്ട്, മഞ്ഞുണ്ട്, റോസ് ഉണ്ട്, പല കളർ. ഇത്ര നല്ല ലൈറ്റിലാണോ, ലൈറ്റ് വന്നു തുടങ്ങി, ലൈറ്റ് വന്നു. അപ്പുറ സൈഡിൽ ചുമന്ന് പോകാറുന്നു, പക്ഷേ ഇവിടെ റെഡായി. അങ്ങോട്ട് കളർ മാറും. ഈ 2 സൈഡ് മൊത്തം റെഡ്, ഫുൾ റെഡ്. ഈ സൈഡ് എൻ്റെ ഇടയ്ക്ക് ഒരു ചുമല പോലെ. പിന്നെ അങ്ങോട്ട് പിങ്ക്, പിന്നെ അവിടെ മൊത്തം വേറെ വേറെ ഫുൾ കളറായിട്ടുള്ളത് കണ്ടോ. ഭയങ്കര ഭംഗി, നല്ല രസമുണ്ടാണ്. പക്ഷെ ലൈറ്റാണ് ഒരു പ്രശ്നം, ലൈറ്റ് പണി പാളിച്ചു. ലൈറ്റ് ഇല്ലാണ്ടായി പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്, ലൈറ്റ് ഇല്ലാത്ത കാരണം. ഇവിടുന്നെല്ലാം നമുക്ക് മറ്റേ മിക്സ്ഡ് കളർ, അതായത് വെള്ളയുണ്ട്, വെള്ളയിൽ മഞ്ഞ ഷെയ്ഡ് വരുന്ന ടൈപ്പ്, പിന്നെ ഇത് ഒരു ഉള്ളിലൊക്കെ സൈഡിൽ ഓറഞ്ച്, പിന്നെ റോസ്, അങ്ങനത്തെ ഒരു കളർ. നല്ലതാണ്, സ്ലീവ്ലെസ് ഇട്ടിട്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ പല പല കളർ, അതിൻ്റെ ഇടയ്ക്കൊക്കെ ചുമലുണ്ട്, പിന്നെ മഞ്ഞയുണ്ട്, നല്ല കളർ. പിന്നെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ പ്യൂർ വെള്ളയായിട്ടുള്ള ഉണ്ട്. നോക്കാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ സൈഡ് മൊത്തം പിങ്ക്, ഇവിടെ നിന്ന് അങ്ങനെ പിങ്ക്, പിന്നെ ഇവിടെ ഇങ്ങനെ ഓറഞ്ച്, ഇവിടെ ഓറഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം വൈറ്റ്. അതിൻ്റെ പകുതി അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോരോ കളറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വയലറ്റ് കളർ നല്ല ഭംഗിയില്ലേ കാണാൻ, ഇങ്ങനെ വയലറ്റ്, ഫുള്ള് വയലറ്റ്. പിന്നെ അവിടെ മൊത്തം മിക്സ്ഡ് കളറാണ്, പല 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 കളറുകളാണ്. വയലറ്റ്, ചുമല, മഞ്ഞ, വെള്ള, പിന്നെ വേറൊരു കളറ്, ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഇതുവരെ കണ്ടില്ല. ഈ ഒരു കളറ് മറ്റേ ബീട്രൂട്ടിൻ്റെ കളറ് ഇവിടെ കണ്ടില്ല വേറെ അടുത്ത്. അവിടെ ഭയങ്കര വീഡിയോ ഷൂട്ടിങ്, ലൈറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലൈറ്റില്ലാത്ത കാരണം പ്രതീക്ഷിച്ചാലും ഒന്നും നടന്നില്ല. ഇവരോടെ ഫോട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുക, എന്നിട്ട് വേണം പോകാൻ. ഇതിന്ന് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇതിപ്പോൾ അവർ പോകുന്ന ലക്ഷണമൊന്നുമില്ല. എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറം സൈഡ് അങ്ങേയറ്റം മഞ്ഞ, ഫുൾ മഞ്ഞ, ഫുൾ ഇത് വേറെ ടൈപ്പ് പോവാ. ഇതിനൊന്നും ആരും വലിയ കാര്യമായിട്ട് മൈൻഡാക്കുന്നൊന്നുമില്ല. പക്ഷെ ഇത് കാണാൻ ഇതിന് നല്ല മണം. നമ്മുടെ ജമന്തി അതല്ല, ഇത് ബന്ദിയുടെ മണം വരുന്നത്, ബന്ദിപ്പൂല്ലേ മണമായിട്ടുള്ള, ബന്ദിപ്പൂവിൻ്റെ മണം വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ഭയങ്കര കൂടി നിൽക്കണം, അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വള്ളിയൊക്കെ വെച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തും പോയി ഓരോരുത്തർ അങ്ങനെ മൂലയ്ക്കുന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റില്ല, അതിനകത്ത് കയറിയത് മൊത്തം നശിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂലിപ്പ് നിൽക്കുന്നുണ്ട്, കാണിച്ചാൽ കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂലിപ്പ് നിൽക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി ഫ്ലൈറ്റ് വേണം. ഇവിടെ ഒരു ബെഞ്ചുണ്ട് ഇരിക്കാനായിട്ട്, ഇതിൻ്റെ അകത്ത് ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇരുന്നൊക്കെ നല്ല ഫോട്ടോ കിട്ടുമായിരിക്കണം, അറിയത്തില്ല. ഒരു ക്യാമറയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ലൈറ്റ് ഇല്ലാത്തതാണ്, ഐഫോണിൻ്റെ അകത്താണെങ്കിലും കിട്ടുന്നില്ല. 70 രൂപയൊക്കെ കാര്യം പറഞ്ഞാൽ കയ്യിലിരിക്കുന്നു, പക്ഷെ കാര്യമില്ല, കിട്ടുന്നില്ല. ലൈറ്റ് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ്. ഇവിടെ വേറൊരു മഞ്ഞുണ്ട്, അവിടെ വേറെ മഞ്ഞ്, ഇവിടെ വേറൊരു മഞ്ഞ ടൈപ്പ് ഉണ്ട്. ഇവിടെ വേറെ കളറാണ്, വേറെ ടൈപ്പ് കളറ്. ഇവിടെ വേറെ ടൈപ്പ് പൂവ്, മറ്റേ നമ്മുടെ നല്ല ഡാലിയൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ ഇരിക്കുന്നു. റോസ് ഡാലിയുടെ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ്. ഇവിടെയൊക്കെ നല്ല വെള്ളം, അവിടെ മഞ്ഞ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മറ്റേ മിറർ വെച്ചിട്ടുണ്ട്, മിറർ സെൽഫിയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ മിറർ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും.
കൊള്ളാം. ഒരുപാട് സ്ഥലമൊന്നും ഇല്ല, പക്ഷേ രസമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ ഞാൻ ലൈറ്റ് ഉണ്ടെന്നൊക്കെ ഓർത്തോണ്ടാണ് വന്നത്, പക്ഷേ ലൈറ്റൊക്കെ ഭയങ്കര കുറവാണ്. ലൈറ്റ് രാവിലെ നല്ല വെയിലൊക്കെ തെളിഞ്ഞു. രാവിലെ അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തണം, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ലൈറ്റ് പോയി. ആകാശം മൊത്തം മൂടി കിടക്കുന്നുണ്ട്, സൂര്യനെല്ലാം മൂടി കിടക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും റീലും ഫോട്ടോയും ഷൂട്ടിങ്ങിലൊക്കെയാണ്. എല്ലാവരും വരുന്നത് അതിന് വേണ്ടി തന്നെയാണല്ലോ. ഓക്കെ, ഇനി വേറെ എവിടെയെങ്കിലൊക്കെ ചെന്നിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഗൈസ്, മഴ പെയ്യുന്നു. മൊത്തം കുളം. ഇത് മൊത്തം മഴ പെയ്യുന്ന, മഴയും പെയ്യുന്നു, ലൈറ്റും ഇല്ല, ഒരു തേങ്ങാ പിണ്ണാക്കും ഇല്ല. 9,500 രൂപ മുടക്കി വന്നതാണ്, പക്ഷെ ലൈറ്റില്ല. അപ്പോൾ പൈസ, സൂര്യന് പൈസ കൊടുക്കാൻ പറ്റത്തില്ല, പൈസയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ലൈറ്റില്ലാത്ത ഭയങ്കര പ്രശ്നമായിപ്പോയി. അപ്പം ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ലൈറ്റില്ല. കറക്റ്റ് സമയത്ത് മഴയും പെയ്യുന്നു. ഇപ്പോൾ കറക്റ്റ് മഴ. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ വെതറൊക്കെ നോക്കിയായിരുന്നു, ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്ന് കറക്റ്റ് സമയപ്പോൾ മഴ പെയ്തു. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാനില്ല. കുറച്ചൊക്കെ ഫോട്ടോ ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു, അറിയത്തില്ല, നോക്കാം എന്തായാലും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. 12:30 വരെ സമയമുണ്ട്, പക്ഷേ 12 മണി കഴിഞ്ഞുള്ളൂ. ഇത്ര സമയമൊന്നും ആവശ്യമില്ല. 9 മണി കഴിഞ്ഞപ്പോൾ വന്നേ ഇവിടെ. ഇത്രയും മണിക്കൂറൊന്നും ചിലവഴിക്കാനുള്ളതില്ല ശരിക്കും. പക്ഷേ എല്ലാവരും ഒന്നാമത്തെ കാര്യം ലൈറ്റ് ഇല്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആരും കുഴപ്പമില്ല. വീഡിയോക്കകത്തല്ല സംസാരിക്കുന്നത്. അത് എന്താ പറഞ്ഞത്, മറന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ അടുത്ത എങ്ങോട്ടാന്ന് പറയാം. എന്തായാലും ഫോട്ടോ ഒന്നും വലിയ കാര്യമായിട്ട് കിട്ടാൻ പോകില്ല, കാരണം ലൈറ്റില്ല, ഒട്ടും ലൈറ്റില്ല, മൊത്തം ഇരുണ്ട് മൂടി കിടക്കും. അതുകൊണ്ട് കാര്യമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം, കാരണം അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയി പോകും. നാളെ കാണാം. നാളെ അല്ല, സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കാണാം. ഓക്കെ.